നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോഡിൽ ഒരു വാഹനം തന്നാൽ എല്ലാവരും വലിയ പ്രയാസമില്ലാതെ ഓടിക്കും. എന്നാൽ ഒരു വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന സമയത്ത്, ഒരു കാർ പോർച്ചിൽ കിടക്കുമ്പോൾ അവിടുന്ന് ഒരു വാഹനം എടുക്കാൻ എല്ലാവർക്കും പ്രയാസമാണ്. അപ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു വാഹനം എങ്ങനെയാണ് കറക്റ്റായിട്ട് റോഡിൽ ഇറക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു കാർ പോർച്ചിൽ കിടക്കുന്ന ഒരു വാഹനം എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ റോഡിലോട്ട് ഇറക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്കും ഈ ഒരു പ്രയാസമാണ്. കാരണം ആരെങ്കിലും റോഡിലേക്ക് തരുവാണെന്ന് ഓടിക്കാം, പക്ഷെ വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ കാർ പോർച്ചിൽ കിടക്കുമ്പോൾ പേടിയാണ്. അപ്പൊ അത് കാരണത്താലാണ് ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാത്തതെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഇന്നു മുതൽ ആ ഒരു ഭയം മാറി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. നിങ്ങൾ ഇന്നു മുതൽ ആ വാഹനത്തിൽ കയറി എന്തെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാഹനം നമുക്ക് ആ റോഡിലോട്ട് ഇറക്കാം, പേടി കൂടാതെ തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൊടുക്കുക. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. ഇതുപോലെ ലൈസൻസും കൈവച്ച് 5 വർഷമായി 10 വർഷമായിട്ട് ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും പേടി കാരണം ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോഴേ ചിലർക്ക് പേടിയാണ്. വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് സൗണ്ട് കേൾക്കുമ്പോഴേ പലർക്കും പേടിയാണ്. പ്രയാസം കാരണം വണ്ടി എടുക്കാത്തവരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഉപകാരമാവുന്നെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നപ്പോൾ ഒരു കാര്യം കൊണ്ട്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡന്റ് കിട്ടി. വാഹനം ഓടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കിലും തനിയെ കയറാൻ ഒരു പേടി. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എന്റെ ജില്ല നിങ്ങൾ ഏതാണ് കാര്യം നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്കൊരു വാഹനം എല്ലാവർക്കും ഒരു റോഡിലേക്ക് തന്നാൽ എല്ലാവർക്കും ഓടിക്കാം. എന്നാൽ ഒരു വീടിന്റെ മുറ്റത്ത് കിടക്കുമ്പോഴോ ഒരു കാർ പോർച്ച് കിടക്കുമ്പോഴോ പലർക്കും പ്രയാസമാണ് ഒരു വാഹനം എടുക്കാൻ. കാരണം ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ ആരെങ്കിലും എടുത്തു തരികയാണെങ്കിൽ ഒന്ന് ഓടിക്കാന്ന് പറഞ്ഞിട്ട് പലരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് കാണിക്കത്തില്ല. ഞാനൊരു ഇതെല്ലാം കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. വീഡിയോ ഒരു വണ്ടി എടുത്ത് കാണിക്കുന്നത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊണ്ടാ. കാരണം ഞാനിപ്പോ ഒരു വീടിന്റെ മുറ്റത്ത് കിടന്നുകൊണ്ട് ഒരു വാഹനം എടുത്തുകൊണ്ട് നിങ്ങളുടെ വീടിന്റെ മുറ്റം അങ്ങനെ ആണോന്നില്ല. പല സ്പേസുകളും അല്ല സ്പേസ് കുറഞ്ഞതും ഒക്കെ ഉണ്ടാകാം. അപ്പൊ പല രീതിയിലായിരിക്കും. ചിലപ്പോൾ ഞാനിപ്പോ എടുത്തിട്ട് ഇടത്തോട്ടായിരിക്കും തിരിയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ മിറ്റം എന്ന് പറയുമ്പോൾ ചിലപ്പം ഇറങ്ങുമ്പോൾ വലത്തോട്ടായിരിക്കും. അപ്പം എങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിലും എന്താണ് വണ്ടിയെ ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം ഞാൻ എടുത്ത് കാണിച്ചില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നും വേണ്ട. നിങ്ങൾ എന്തെല്ലാം ചെയ്യണമെന്ന് ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാലും എന്ത് ചെയ്യാം, നമുക്കൊരു വാഹനം ഓടിക്കാം. കാരണം നമുക്കൊരു വാഹനം ഓടിക്കുന്ന വേറെ വേറെ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ, കാരണം ഇപ്പം എറണാകുളത്തുകാരനാണെങ്കിൽ ഇപ്പൊ എറണാകുളം മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ആലപ്പുഴയിലോട്ട് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും, ആ ബോർഡിലേക്ക് നിൽക്കേണ്ടി വരും. കാരണം ആലപ്പുഴക്കാരൻ വരണം വണ്ടി ഓടിക്കണമെങ്കിൽ. അപ്പൊ നമുക്ക് എന്താണ് ഒരു വണ്ടിയെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നല്ല എവിടെ വേണേലും എന്ത് ചെയ്യാം, അതേ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമുക്കൊരു മുറ്റത്തൊന്ന് ഞാനിപ്പോൾ എടുത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കണമെന്നില്ല. കാരണം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് മുറ്റത്തു നിന്നാണെങ്കിലും ഏത് കാർ പോർച്ചിൽ എന്ത് ചെയ്യാം, ഒരു വണ്ടി എടുക്കാം. അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാതെ മതി, നിങ്ങളുടെ വണ്ടിയിലുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിലും ഉണ്ട്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ എടുക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു വണ്ടിയെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വീട്ടിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നിന്നുകൊണ്ടോ എന്ത് ചെയ്യരുത്, നമ്മൾ ഇന്നടത്തൂടെ പോകുന്ന കാര്യങ്ങൾ ആലോചിക്കരുത്. നമ്മൾ ആദ്യം ഒരു വാഹനത്തിൽ കയറി ഇരുന്ന് നമ്മൾ ആ വാഹനത്തിന് എന്തെല്ലാം ചെയ്താൽ ആ വാഹനം എടുക്കാം, നമ്മൾ അതാണ് ചെയ്യേണ്ടത്. ആദ്യം ആ വാഹനത്തിൽ കയറി ഇരുന്ന് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് എന്താണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ തന്നെ എടുത്ത് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ തന്നെ മുൻപോട്ട് എടുക്കും. വാഹനം ഇന്നത് ചെയ്താലേ വണ്ടി ഇനി മുന്നോട്ട് പോകത്തുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അത് മാത്രം പിന്നെ നമ്മൾ ചെയ്യും. അല്ലാതെ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഇന്നടത്തൂടെ പോകുന്ന കാര്യങ്ങളും ഒക്കെ ആലോചിക്കുന്നതുകൊണ്ടും ഇന്നത് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നത് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയെ കയറാൻ പോലും നമുക്ക് പേടി ഉണ്ടാകുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുപ്പിയുടെ അടപ്പ് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്നു. അത് ഫുള്ളായിട്ട് നമ്മൾ തുറന്ന് എന്ത് സംഭവിക്കും, വെള്ളം മുഴുവനും ചീറ്റിപ്പോയി എന്ന് പറഞ്ഞതുപോലെ ഒരു ക്ലച്ചുള്ള വാഹനം, പ്രത്യേകിച്ച് ഈ ക്ലച്ചുള്ള വാഹനം എടുക്കാനാണ് പലർക്കും പേടി. ഈ ക്ലച്ചിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ഭയങ്കര സ്പീഡായിട്ട് പോകുന്നു. കാരണം നമുക്ക് പറഞ്ഞു തരുമ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു, നിങ്ങൾ കാഫ് ക്ലച്ച് കൊണ്ടിരിക്കുക, ബ്രേക്കാന്ന് മാറ്റി ആശ്രയമായിട്ട് കൊടുത്തിട്ട് ക്ലച്ച് എന്നൊക്കെ എടുക്കാൻ പറയും. കാരണം നമുക്ക് ഈ ഒരു പോയിന്റ് അല്ല ഒരു എടുക്കുന്നിടം വരെ നമ്മൾ ക്ലച്ച് എന്ന് എടുക്കാതെ എന്ത് ചെയ്യത്തില്ല, വണ്ടി മുന്നോട്ട് ഉള്ളത്തില്ല. ഇപ്പൊ ഇത് ഇത്രയും പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യും, പലർക്കും പേടിയാണ് വണ്ടിയെ കയറി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ ബ്രേക്കിൽ നിന്ന് നമ്മൾ നയിച്ച് നോക്കുമ്പോൾ ബാക്കിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഒരു കാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട്
ബ്രേക്കിൽ നിന്ന് നയിച്ചാൽ ആ ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്ലച്ചിൽ നിന്ന് നയമ്പോഴേ തന്നെ എന്ത് ചെയ്യും, വണ്ടി മുൻപോട്ട് ഉള്ളുന്നതാണ്. അപ്പൊ നമ്മൾ ആ വണ്ടി അല്ലാതെ ആക്സിലേറ്ററോടെ കൊടുത്തെടുക്കണമെന്നല്ല. കാരണം നമുക്ക് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എല്ലായിടത്തും നമുക്ക് ഒരേ സ്പേസ് അല്ലായിരിക്കും ഫ്രണ്ടില്. കാരണം ഈ ആക്സിലേറ്റർ കൊടുക്കാനുള്ള പേടി കാരണം മുന്നേ സ്പേസ് ഇല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കാനുള്ള പേടി കാരണം വണ്ടി എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് എടുക്കണമെന്നാണല്ലോ നമ്മൾ പറഞ്ഞു തന്നേക്കുന്നത്. അപ്പം മുമ്പോട്ട് എടുക്കുന്ന സമയത്ത് അതിനുള്ള സ്പേസ് ഇല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാകും. അപ്പൊ അങ്ങനെ വരാനുള്ള കാരണം നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ കാഫ് ക്ലച്ച് കൊണ്ടുവന്നിട്ട് ബ്രേക്കിൽ നിന്ന് മാറ്റി ആക്സിലേറ്റർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമേ ബ്രേക്കിൽ നിന്ന് മാറ്റി ക്ലച്ചിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്തുകൊണ്ട് വണ്ടി തന്നെ മുൻപോട്ട് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വണ്ടി മുന്നോട്ട് ഉരുളാം. നമുക്ക് സ്പീഡിൽ പോകാൻ വേണ്ടി മാത്രമേ ഉള്ളൂ എന്ത് ആക്സിലേറ്റർ. അല്ലാതെ നമുക്കൊരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഒരു വീടിന്റെ മുറ്റത്തോ അതുപോലെ തന്നെ കാർ പോർച്ചിൽ കിടക്കുമ്പോൾ നമുക്ക് സ്പേസ് കുറവാണ്. അപ്പൊ നമുക്ക് എടുത്താൽ മതി, ഓടിക്കുമല്ല അവിടെ. അപ്പൊ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലച്ചിൽ നിന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ സെറ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പൊ ഞാൻ മുമ്പ് ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു കുപ്പിയുടെ അടപ്പടച്ചു വെച്ചിരിക്കുന്നു, നമ്മൾ ഫുള്ള് തുറന്ന് എന്ത് സംഭവിക്കും, വെള്ളം മുഴുവൻ ചീറ്റിപ്പോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ക്ലച്ചിന്റെ കാഫ് ക്ലച്ചിന്റെ അവിടെ വരുമ്പോഴാണ് ക്ലച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ താഴെ ക്ലച്ചിന് താഴെ 0 മേളിൽ 100, ക്ലച്ചിന് താഴെ 0 മേളിൽ 100. അപ്പം ഒരു 50 എന്ന് പറയാം, നമ്മൾ അവിടെയാണ് നമ്മൾ കാഫ് ക്ലച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ 50ന്റെ പോയിന്റ് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു വണ്ടിക്ക് അനക്കം വരുന്നത്, ഒരു അങ്ങോട്ട് ഉരുളാൻ വേണ്ടിയിട്ട് ഒരു അനക്കം വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും, താഴെ മുതൽ പൊന്നെ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ താഴെ മുതൽ കൊണ്ടുവരും. ഒരു 50 എന്ത് ചെയ്യും, എടുത്ത് ഒറ്റ പിടിയിലൂടെ. അതാണ് വണ്ടി തെറിച്ചിരിക്കുന്ന ഓഫായി പോകുന്നതും പേടിക്കുന്നത്. നമുക്ക് ആ വണ്ടി മുന്നോട്ട് പോകുമ്പോൾ കാല് പെട്ടെന്ന് എടുക്കുന്നുണ്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെ വണ്ടി ഓഫായി പോകുന്നത്. എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്പീഡ്, അതായത് താഴെ 0 മേളിൽ 50, അവിടം വരെ നമുക്ക് ചില സ്പീഡ് കൊണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ വണ്ടിയുടെ അനക്കം വരും. അതായത് 50 വരുന്ന സമയം തൊട്ട് 100 വരെ വേണം എന്ത് ചെയ്യാൻ, മെല്ലെ കാലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആ വീടിന്റെ മുറ്റത്ത് നിന്ന് എടുക്കുന്ന സമയത്തോ അല്ല കാർ പോർച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഈ ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് എടുത്ത് വിടരുത്. അവിടെ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ വാ മുഴുവൻ നമുക്ക് തുറന്നാൽ മാത്രമേ നമുക്ക് കുപ്പിയുടെ അടപ്പ് മൊത്തം തുറന്നാൽ എന്ത് ചെയ്തോളൂ, കറക്റ്റായിട്ട് നമ്മുടെ വെള്ളം പുറത്ത് പോകാൻ നമ്മുടെ വായിലേക്ക് വീഴത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ റോഡിൽ വലിയ സ്ഥലങ്ങളോ വീതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ആ ക്ലച്ചിന് എടുത്താൽ മാത്രമേ എന്ത് ചെയ്തോളൂ, വണ്ടി വലിയ തെറിച്ച് പോകാതെ നമുക്ക് കോൺഫിഡൻസോട് കൂടി നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം വീടിന്റെ മുറ്റത്താകുമ്പോൾ സ്പേസ് കുറവ്, കാർ പോർച്ചിലാകുമ്പോൾ സ്പേസ് കുറവ്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്ത് വേണം എന്ത് ചെയ്യാൻ, എടുക്കാൻ. അപ്പൊ നമ്മൾ ഈ 50 എന്ന് പറഞ്ഞു, ഒരു 52, 55 മേളിലോട്ട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ കാല് മേളിലോട്ട് പോകരുത്. അപ്പം നമുക്ക് ആ നോർമലി നടക്കുന്ന ആ ഒരു സ്പീഡിൽ, നമുക്ക് പതിയെ അങ്ങോട്ട് നടക്കുന്ന ആ ഒരു സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് ഒരു വണ്ടി എടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു വണ്ടി എടുക്കുന്ന ആ ഒരു സ്പീഡിൽ എന്താന്നുള്ളൂ, നമ്മുടെ കണ്ണും അതുപോലെ തന്നെ കൈയും പ്രവർത്തിക്കാറ് നമുക്ക് തുടക്കക്കാർക്കാവുന്നുള്ളൂ. അല്ലാതെ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുക്കുന്ന സമയത്ത് അത്രയും സ്പീഡിൽ എന്ത് വേണം, നമ്മളൊരു കമ്പ്യൂട്ടറെ വർക്ക് ചെയ്യുന്നു, എന്ത് ചെയ്യണം, നമ്മുടെ കൈ മാത്രം സ്പീഡിൽ പോയാൽ പോരാ, എന്ത് വേണം, നമ്മുടെ കൈയുടെ സ്പീഡ് പോകുന്ന പോലെ കണ്ണും പോയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ണൊരിടത്ത് സ്പീഡിൽ കുറഞ്ഞു പോകുന്നു, കൈ സ്പീഡിൽ പോയാൽ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഈ ഒരു 2 കാര്യം നമുക്ക് തുടക്കക്കാർക്ക് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് വരുന്നില്ല. കാരണം നമുക്ക് കാല് പെട്ടെന്ന് ആർക്കും വേണം എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എടുക്കാം. അതേസമയത്ത് ആ സ്പീഡിനനുസരിച്ച് നമ്മുടെ കൈ എന്ത് ചെയ്യത്തില്ല, പെട്ടെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്ത് വിടാതിരുന്നു കഴിഞ്ഞാൽ ആ നടക്കുന്ന സ്പീഡാകുമ്പോൾ നമുക്ക് അത്രയും ഒരു വഴക്കം നമുക്ക് സ്റ്റിയറിംഗിലും ആ ഒരു സ്ലോവിൽ നമുക്ക് തിരിക്കാനും പറ്റും, കറക്റ്റായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാരണവശാലും എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തോണ്ട് നമ്മൾ ആ മെല്ലെ മേളോട്ട് എടുക്കുവാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വീടിന്റെ മുറ്റത്തുനിന്നോ കാർ പോർച്ചിൽ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, മെല്ലെ സ്ലോയിൽ ഇങ്ങനെ മേളോട്ട് പോകരുത്. കാരണം മേളോട്ട് പോകുന്നതുകൊണ്ടാണ് ആ സ്പീഡ് എന്ത് ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ നമുക്ക് പേടി തോന്നുന്നത്. അപ്പൊ നമ്മൾ ആ 50 കൊണ്ടുവന്നിട്ട് ഒരു 52, 55 കൊണ്ട് നമ്മൾ സ്റ്റീൽ ചെയ്ത് വെക്കുക. ആ ഒരു നോർമലി കറക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ കറക്റ്റായിട്ട് നമുക്ക് ആ എത്ര ഇറക്കണം അതേ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വണ്ടി നടന്ന് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺട്രോൾ നമുക്ക് തിരിക്കുകയും അതുപോലെ നമ്മുടെ വരുവയും അതുപോലെ തന്നെ ആ ക്ലച്ചിൽ നിന്ന് കറക്റ്റായിട്ട് ആ വണ്ടി കാർ പോർച്ചിൽ നിന്ന് റോഡിലോട്ട് ഇറക്കാം. അതുപോലെ തന്നെ മുറ്റത്ത് കിടക്കുമ്പോഴാണെങ്കിലും സ്പേസ് കുറഞ്ഞെടുത്തുനിന്ന് എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഒരു വണ്ടി എടുക്കാൻ കഴിയുന്നതാണ്, പേടി കൂടാതെ തന്നെ. അതുപോലെ നമ്മൾ വണ്ടി തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തുകൊണ്ട് നമ്മൾ തിരിക്കരുത്. ക്ലച്ചിൽ ആ വെച്ചോണ്ട് ഞാൻ ആ പറഞ്ഞ രീതിയിൽ തന്നെ ആ ഒരു നോർമലില്ല നമുക്ക് എത്ര, കാരണം റോഡിന്റെ ആ സ്പേസ് കൂടെ നോക്കി നമ്മൾ വണ്ടി തിരിക്കുന്ന ആ ഒരു സ്പേസ് നോക്കി മാത്രമേ എന്ത് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ മുഴുവനും നിങ്ങൾ തുറക്കാം. കാരണം നമ്മുടെ വായ എത്ര നമുക്ക് തുറക്കാൻ പറ്റുമോ അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ കുപ്പിയുടെ അടപ്പ് നമ്മൾ പിരി തുറക്കാവൂ എന്ന് പറഞ്ഞതുപോലെ സ്പേസ് അനുസരിച്ച് മാത്രമേ ക്ലച്ചിൽ നിന്ന് എന്ത് ചെയ്യാവൂ, നിങ്ങൾ മുഴുവനായിട്ട് കാലുകൾ എടുക്കാവൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ആ ക്ലച്ചിൽ നിന്ന് കാല് മുഴുവനും പോരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ കൺട്രോൾ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം നമ്മുടെ കാല് എത്രയും വന്നു, കൈ ആ സമയത്ത് എത്രയും തിരിക്കണം എന്നൊന്നും അറിയത്തില്ല. നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യും, ആ ക്ലച്ചിൽ നിന്ന് മുഴുവൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വണ്ടി പോകുന്നിടത്തോട്ട് നോക്കും. നമ്മുടെ സ്റ്റിയറിംഗ് തിരിച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ചിലപ്പോൾ ഇടത്തോട്ടായിരിക്കും തിരിക്കുന്നത്. അപ്പൊ ഇടത്തോട്ട് വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഭിത്തി ആയിരിക്കും, ചിലപ്പോൾ വീടിന്റെ മൂലയായിരിക്കും, ചിലപ്പം എന്തായാലും അവിടെ പോസ്റ്റ് വല്ലതായിരിക്കും. അതിലോട്ട് നമ്മുടെ നോട്ടം കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി അതിലോട്ട് പോകും. അപ്പം ആ വണ്ടി അങ്ങോട്ട് പോകുന്ന കണ്ടോണ്ട് ചിലപ്പോൾ നമ്മുടെ കാല് എവിടെ ഇരിക്കുന്ന നമ്മൾ അറിയാതെ എന്ത് ചെയ്യും, ചിലപ്പോൾ ആക്സിലേറ്ററിലായി പോകും, ചിലപ്പോൾ നമ്മൾ ബ്രേക്കേ കാല് വെക്കേണ്ട ചിലപ്പോൾ ആക്സിലേറ്ററിലായി പോകും. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ എന്ത് ചെയ്യും, പെട്ടെന്ന് ചിലപ്പോൾ
സ്റ്റിയറിംഗിലേക്ക് മുറുകെ പിടിക്കും, ചിലപ്പോൾ വണ്ടി എന്ത് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ബുദ്ധിമുട്ടുള്ള പേടികളും കാണണം. കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ വീടിന്റെ മൂലയാണ്, എടുക്കുമ്പോൾ പ്രയാസമാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ വരാനുള്ള കാരണം നമുക്ക് എത്രയും ക്ലച്ചിൽ നിന്ന് കാല് പോകുന്നതെന്ന് അറിയാതെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ മിറ്റത്തുനിന്നോ അല്ലെങ്കിൽ ഒരു കാർ പോർച്ചിൽ നിന്നോ എടുത്ത് തന്നെ ഒന്ന് കാണിക്കാമോ? അപ്പൊ എടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആ ക്ലച്ച് എത്രയും വന്നു എന്ന് അറിയാമല്ലോ, ചെയ്യണം എന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാനത് ചെയ്ത് കാണിച്ചു തന്നെ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു വീഡിയോ ചെയ്യുന്ന ആ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ വീഡിയോയിൽ വന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.